തേന്മാവിൻ കൊമ്പത്ത് ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. നീ എന്നെ കുറ്റിയിട്ട് തുറക്ക്, എനിക്ക് ശ്വാസം മുട്ടുന്നു. കഥക് തുറക്ക്, തുറക്കടാ. ആരെങ്കിലും എന്നെ രക്ഷിക്കണേ, എനിക്ക് ശ്വാസം മുട്ടുന്നു. കഥക് തുറക്ക്. ഇനി നിനക്ക് എന്റെ കൂടെ ഏർക്കാട് വരാൻ പറ്റില്ലല്ലോ. എടാ മോനെ, നിന്റെ കൂടെ ഒരു കൊച്ചു കളിച്ചോണ്ടിരിക്കല്ലായിരുന്നോ? ആ കൊച്ചു എവിടെയാ? അതെ, അവളെയാണ് ഞാൻ അന്വേഷിച്ചോണ്ട് കിടക്കുന്നത്. അവൾ എവിടെ പോയിന്ന് അറിയില്ല. ഏയ്, എന്താണ് ചെക്കൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുന്നത്? ആ പെങ്കൊച്ചുവിനോടല്ലേ കളിച്ചോണ്ടിരുന്നേ? നമുക്ക് പോവാം. നില എവിടാ? നീ ഒറ്റയ്ക്കാണല്ലോ വന്നത്. അത് നില എവിടെയെന്ന് അറിയില്ല. അവള് ടെഡി ബെയറിനോട് കളിച്ചോണ്ടിരിക്കായിരുന്നു. പിന്നെ എങ്ങോട്ട് പോയിന്ന് കണ്ടില്ല. കവിൻ, എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? നില എവിടെ പോയെന്നാ? അയ്യോ, എന്റെ പേരക്കുട്ടി എവിടെ പോയി? എന്റെ മോള് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും? അമ്മേ, നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും അവള്. നമുക്ക് കണ്ടുപിടിക്കാൻ. വിഷമിക്കണ്ട, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. നില, 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 എവിടെ പോയി ഇവിടെ? മോനെ, ഇതിലൊരു കൊച്ചു പെൺകുട്ടി പോകുന്ന കണ്ടോ? ഇല്ലില്ല, ഞങ്ങള് കണ്ടില്ല. കണ്ടില്ലേ? എന്റെ ഭഗവാനെ. സമാധാനായി. നില കാണാതെ പോയെന്ന് എല്ലാവരും വിശ്വസിച്ചേ. കുറച്ചു നേരം ഇവിടെയൊക്കെ നോക്കിയിട്ട് നമുക്ക് ഏർക്കാട് പോവാം. നല്ല ജോളിയായിരിക്കും ഏർക്കാട്. നില, നില. എന്ത് പറ്റി സാർ? ഈ റെസ്റ്റോറന്റിലെ CCTV ഫുട്ടേജ് ഒന്ന് കാണുമായിരുന്നു. ഞങ്ങളുടെ കൂടെ വന്ന ഒരു കുട്ടിയെ കാണുന്നില്ല. സോറി സാർ, 1 month ആയിട്ട് ഇവിടെ CCTV ക്യാമറ വർക്ക് ചെയ്യുന്നില്ല സാർ. ഒരു മാസമായിട്ട് CCTV നന്നാക്കാതെ വെച്ചിരിക്കണോ നിങ്ങള്? എത്ര പേര് പോകുന്ന സ്ഥലം അത്? ഇങ്ങനെയാണ് സുരക്ഷ ഒരുക്കേണ്ടത്. എനിക്ക് പേടിയാവുന്നു. അങ്കിളിന്റെ ശബ്ദമാണല്ലോ. അങ്കിൾ, അങ്കിൾ, കഥക് തുറക്ക്. അങ്കിൾ, അങ്കിൾ പേടിയാവുന്നു. കഥക് തുറക്ക്. അങ്കിൾ, 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 ഒന്ന് കഥക് തുറക്ക്. അങ്കിൾ, 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 അങ്കിൾ. എന്ത് പറ്റി മോളെ? ഒന്നുമില്ല, പേടിക്കണ്ട. മോളെ, നില, നില, മോളെ. അച്ഛന് വേറെ പണിയില്ലേ? അച്ഛൻ നില രക്ഷപ്പെടുത്തി. ആരാ നിന്നെ അകത്തിട്ട് പൂട്ടിയത്? എന്താ കുഴപ്പമൊന്നുമില്ലല്ലോ? എന്താ പറ്റി? എന്റെ മോളെ, ഇത്ര നേരം നീ എവിടെയായിരുന്നു? ഈ മുറിക്കകത്തുണ്ടായിരുന്നു. ഭഗവാനെ രക്ഷിച്ചു. വെളിയിൽ നിന്ന് ആരോ കുറ്റിയിട്ട് കളഞ്ഞു.
ആരാണെന്ന് അറിയില്ല. അയ്യോ. ചോദിച്ചിട്ട് പറയുന്നില്ല. നില മോളെ, നിന്നെ ആരകത്തിട്ട് പൂട്ടിയത്? അവരെ കണ്ടാ നിനക്ക് തിരിച്ചറിയോ? ഇവളെന്റെ പേര് പറഞ്ഞ അച്ഛൻ എന്നെ അടിക്കുമല്ലോ. ആരാ പൂട്ടിയെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ റൂമിന്റെ അകത്ത് എന്താന്ന് നോക്കാൻ പോയതാ. എന്നിട്ട് ആരോ എന്നെ പൂട്ടിയിട്ടു. ശരി, പേടിക്കണ്ട, ഒന്നുമില്ല. ഇങ്ങനെ ഒരു കാര്യം നടന്നായിട്ട് നിന്റെ അമ്മയോട് പറയണ്ട കേട്ടോ. പറഞ്ഞാ അമ്മ പേടിക്കും, അതുകൊണ്ടാ. ശരി, ഇനി ഒറ്റയ്ക്ക് എങ്ങോട്ടും പോരുത് കേട്ടോ. ഞങ്ങളോടൊപ്പം തന്നെ നിന്നോണം കേട്ടോ. വാ, ആ, വാ, 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 പോവാ, വാടാ. കുട്ടികളെ കടന്നൂടാ. ഞങ്ങളിവിടെ കഴിക്കാവുന്നതാ വിചാരിച്ചേ. നിന്നെയൊക്കെ കൈയോടെ പിടികൂടാൻ വേണ്ടി വന്നത്. നടക്കടാ, നടക്കൂടെ നോട്ടക്കാൻ. അച്ഛ, ഒരു മിനിറ്റ്. എന്താ? നിലയുടെ ഒരു 2 മിനിറ്റ് സംസാരിക്കണം, എന്നിട്ട് വരാം. ദേ, ടെൻഷൻ അടിച്ച് ഇപ്പോഴാ അവളെ ഒന്ന് കണ്ടെത്തിയത്. ഇനി അവളെ കാണാണ്ട് പോയെങ്കിലോ? അതൊക്കെ എനിക്കറിയാം മുത്തശ്ശി, ഞാൻ നോക്കിക്കോളാം. ഇപ്പോഴെങ്കിലും നിന്നോട് സംസാരിക്കണം നിനക്ക് തോന്നിയല്ലോ. ശരി, വേഗം സംസാരിച്ചിട്ട് കാറിലേക്ക് വാ. ചെല്ലു, ശരി, വേഗം വാ. നിലയെ സൂക്ഷിക്കണേ. ഞാൻ നിന്നെ മുറിയിലിട്ട് പൂട്ടിയല്ലേ, അത് നിനക്കറിയാലോ. പിന്നെ എന്തിനാ അച്ഛൻ ചോദിച്ചപ്പോ എന്റെ പേര് പറയാഞ്ഞത്? നീ ഇന്ന് ഏർക്കാടില് ജോളിയായിട്ട് എൻജോയ് ചെയ്യാൻ വന്നതല്ലേ. ഈ കാര്യം ഞാൻ നിന്റെ അച്ഛനോട് പറഞ്ഞാ നിന്നെ ഉറപ്പായിട്ടും വഴക്ക് പറയും. പിന്നെ നിന്റെ സന്തോഷമൊക്കെ പോവില്ലേ. അതുകൊണ്ടാ ഞാൻ പറയാഞ്ഞേ.